മുഹമ്മദ് ഇതൊന്നും എന്റെ കൂടെ നിന്നാ മതി, ആരും അറിയാനും പോകുന്നില്ല, അതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുഹമ്മദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുഹമ്മദിന്റെ ഫോൺ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നും ഇവരെ ഓഫ് ഡേ അവിടെ വന്നിരുന്നവരെ സ്വീകരിച്ചതും ഞാൻ ചായ ഇട്ടതും ഇവരോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഉൾപ്പെടെ ധൈര്യമുണ്ടെങ്കിൽ ക്യാമറയിലെ ഓഡിയോ പുറത്തുവിടട്ടെ. എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണ് AMMAയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. പുറത്തു വിട്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ആ സംഘടനയിലുള്ള അവിടുത്തെ മാനേജറായിട്ടുള്ള അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി അവിടെ ടെർമിനേറ്റ് ചെയ്യാൻ ഇടയുണ്ടായ കാര്യവും ആ ടെർമിനേഷന് ശേഷം വീണ്ടും അത് റിവോക്ക് ചെയ്ത് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് മാറ്റിയിട്ടുള്ള ഇടപാട് എന്താണെന്നും അതിനെ തുടർന്നുള്ള വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ആ പെൺകുട്ടി ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ കയമ്പുണ്ട്. ഇനി ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. കേരള സമൂഹം ഉറ്റുനോക്കുന്നത് എന്ന് വെച്ചാൽ വളരെ മഹാന്മാരായിട്ടുള്ള അംഗങ്ങളൊക്കെ ആളുകളൊക്കെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കാട്ടിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ പോലെയുള്ള അത്രയും മീഡിയ അറ്റൻഷൻ ഉള്ള ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇത്രയധികം മീഡിയ അറ്റൻഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്റെ പൊന്നു ലക്ഷ്മിപ്രിയ, അന്ന് ഈ പറഞ്ഞ കാര്യത്തിൽ ഇത്രയധികം കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് ആർക്കും കേട്ടവർക്ക് മനസ്സിലായിക്കല്ല. ഇപ്പൊ ശരിയായിരിക്കും, ചിലപ്പം രാജ്യത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് ആൾക്കാരാണ് നിങ്ങളുടെ സംഘടനയിൽ നിൽക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. വെറും ചെറ്റകൾ. ഇവന്റെ ഒന്നും സിനിമ ആരും പോയി കാണരുത്, കണ്ട് പ്രൊമോട്ട് ചെയ്യരുത്. അത് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ഇതുപോലെ കൂട്ടയടി മാത്രമല്ല, അതിനകത്ത് ഒരു സ്ത്രീക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് അത് അതിനകത്തുള്ള തന്നെ ഉണ്ണി ശിവപാല് എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജർ ആയിട്ടുള്ള അതുല്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് മോശമായിട്ട് പെരുമാറുന്ന തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ട് അതിന് അവിടെ ഒരു പരാതി പറഞ്ഞപ്പോഴത്തേക്കിന് ആ പെൺകുട്ടിക്കെതിരെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനുമായിട്ട് അവിഹിതമുണ്ട് എന്ന രീതിയിൽ ആ സെക്യൂരിറ്റിക്കാരനെ കൊണ്ട് പറയണമെന്നും പറഞ്ഞ് പുള്ളിക്കാരന്റെ വോയിസ് വരെ പുറത്തു വന്നിരിക്കുന്നു. കുക്കു പരമേശ്വരൻ, ജനറൽ സെക്രട്ടറി. ഞാൻ ചോദിക്കട്ടെ, ഇത് രാജ്യവാഴ്ചയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും വൃത്തികെട്ട സംഘടനാ നേതൃത്വം എന്ന് വേണമെങ്കിൽ ഇതിനകത്ത് പറയാം. ഒരു എണ്ണം പോലും ഇല്ലൂടെ ഇതിനകത്ത് നല്ലതെന്ന് പറയാനായിട്ട്. ആ അൻസിബ ഒന്നങ്ങോട്ട് തുടക്കം വെച്ചതോടുകൂടി തന്നെ ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു വീഴുന്ന കണക്കാണ് ഓരോന്നിന്റെ ഫേസ് പുറത്തോട്ട് വീഴുന്നത്. ഈ കൊടുത്തിട്ടുള്ള പരാതി അവരുടെ മെയിലിൽ നോക്കിയിട്ട് കാണുന്നില്ല, അത് ആരോ ഡിലീറ്റ് ചെയ്തെന്ന്. അപ്പോൾ വോയിസ് പുറത്തു വന്നിരിക്കുന്നത് കുക്കു പരമേശ്വരൻ അതിനകത്ത് വരുന്നുള്ള പരാതികളുടെ മെയിലെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മെയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. സംഘടനയ്ക്കുള്ളിൽ ഈ പരാതി കൊടുത്ത് അതിനകത്തൊരു നിയമം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു നീതി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് പുറത്തേക്ക് പോകാമെന്ന്. സംഘടനയ്ക്കുള്ളിൽ ഈ വ്യക്തിക്ക്, അതായത് ഈ വ്യക്തി ചൂഷണം ചെയ്യുന്നുണ്ട്, ഇരുത്തി കരയിപ്പിച്ചിട്ടുണ്ടെന്ന് അതുല്യ വ്യക്തമായിട്ട് ആ സംഘടനയിലുള്ള എല്ലാവരോടും, ഈവൻ നീനാക്കുറുപ്പിനോട് വരെ പറഞ്ഞിട്ട് ആ നീനാക്കുറുപ്പ് തന്നെ വീണ്ടും വോയിസ് വിട്ടിരിക്കുന്നു. ആ വോയിസ് ഞാൻ അതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ആ സംഘടനയിൽ അതിനകത്ത് നിൽക്കാത്തതുകൊണ്ടാണല്ലോ അതിപ്പോൾ പുറത്തോട്ട് പോകേണ്ടി വന്നത്. ഈവൻ അതിപ്പോൾ ഹൻസിബയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. വെറും തോൽവി സംഘടന എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ആദ്യം ഈ കൊടുത്തിട്ടുള്ള പരാതി എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീനാക്കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ നീനാക്കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നീനാക്കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിം ആയിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പരാതിയിൽ കൊടുത്തിട്ടുള്ള വോയിസുകളാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാനായിട്ട് പോകുന്നത്. ഒരു പെണ്ണിന്റെ അടുത്ത് പറയാണ് വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ട് നീ കളിക്കാനെന്ന്. അയ്യോ, വലിയ പരിഗണനയാണല്ലോ ദൈവമേ നിങ്ങൾ കൊടുക്കുന്നത്. സന്തോഷം. നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ സംഘടനയ്ക്ക് പ്രത്യേകമായിട്ടൊരു കോടതി തന്നെ വേണം. അത് ഇത്തവണ VD സതീശൻ എന്തെങ്കിലും എൻ്റെ നിയമപരമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുതിയൊരു MLA വന്നിട്ടുണ്ടല്ലോ പാലക്കാട്, ആ വ്യക്തിയോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കട്ടെ. അതേ സംഘടനയുള്ള സുരേഷ് ഗോപി സഹ കേന്ദ്രമന്ത്രിയായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഒരു കോടതി ചിലപ്പോൾ അനുവദിച്ച് തരുമായിരിക്കും. അങ്ങോട്ടേക്കങ്ങ് പോവുക. കാരണം എന്താണെന്നറിയോ, ഇതുപോലെ നാളം കെട്ട പരിപാടികൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കേൾക്കണ്ട.
ഓൾറെഡി ഇതൊന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതിനപ്പുറം കേസുകളുണ്ട്. ഇവരുടെ കേസുകളും കൂടെ അതിനകത്ത് കൊണ്ട് ഇടേണ്ട ഒരു ആവശ്യമില്ല. വെറും നാണം കെട്ട സംഘടന. ഇതിനെ ഇനി ആരും അമ്മ എന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കില്ല. ആ വിളിക്കുന്നതിനായിരിക്കും ഏറ്റവും വലിയ പേരുദോഷം ഉണ്ടാകാൻ പോകുന്നത്. AMMA പറ്റുമെങ്കിൽ ആ പേരങ്ങ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കഴപ്പന്മാരുടെ സംഘടന അങ്ങനെ വല്ല ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം പിന്നെ കുറച്ച് ആൾക്കാർ അതിനകത്ത് നല്ലവരായിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് ഇറങ്ങി അങ്ങ് പൊക്കോളൂല്ലോ അവരുടെ കാര്യം നോക്കിയിട്ട്. അതായത് ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി, അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജറും, ഈ പെൺകുട്ടിക്ക് എതിരെ ഈ പെൺകുട്ടിയെ കരയിപ്പിച്ചുകൊണ്ടും അശ്ലീലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും ഈ ഉണ്ണി ശിവപാൽ എന്ന് പറഞ്ഞ വ്യക്തി, ഈ വ്യക്തിയെ കുറിച്ച് പരാതികൾ ഈ പറഞ്ഞ കുക്കു പരമേശ്വരനോടൊക്കെ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജർ ജോലിക്ക് വരുന്ന പെൺകുട്ടിയാണ്. പരമേശ്വരനോട് പറഞ്ഞിട്ടുണ്ട്, നീന കുറുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് വ്യക്തമായിട്ടൊരു നിയമ നടപടിയൊന്നും ഇവരെ കൊണ്ട് എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവർ ഉണ്ണിയെ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് മാറ്റി. അതായത് ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഒരു മാധ്യമപ്രവർത്തകർ വിളിച്ചപ്പെടുത്തി ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് അവരുടെ ഉള്ളിൽ ഒരു അന്തർധാര കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടി പുറത്തു പോയി പറഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നു. ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ഈ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഇടപാടുണ്ട്, ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കിയിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ സെറ്റപ്പ് ആയിരുന്നു എന്ന രീതിയിൽ പറയണമെന്ന് ഈ പെൺകുട്ടി പോയതിനു ശേഷം ഓഫീസിലേക്ക് ഈ വ്യക്തി, അതായത് സെക്യൂരിറ്റി ജീവനക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് കുക്കു പരമേശ്വരൻ, നീന കുറുപ്പ് തുടങ്ങിയ ആൾക്കാരെല്ലാം കൂടെ ചേർത്തിരുത്തി ആരെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ണി ശിവപാലിനെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ഇയാളെന്ത് താഴെ ഇറങ്ങുന്നതിന് നേരെ ഈ പെണ്ണിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു നിനക്കെതിരെ അങ്ങനെ ചെയ്യാനെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കേ, വിവരം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്റെയൊക്കെ സിനിമയെ വെല്ലുന്ന ജീവിതമാണല്ലോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിക്കുമ്പോൾ വെറും പുച്ഛം മാത്രം. ആദ്യം ആ സെക്യൂരിറ്റി ജീവനക്കാരന് സംസാരിക്കാനുള്ളത് കേൾക്കാം, അതിനുശേഷം ഈ നീന കുറുപ്പും ഈ അതുല്യമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഉണ്ട്. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് സാധനം. ഇതൊന്നിന്റെ കൂടെ നിന്നാ മതി, ആരും അറിയാനും പോകുന്നില്ല. അതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുഹമ്മദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുഹമ്മദിന്റെ ഫോൺ അവിടെ ഞാൻ ഫോൺ കയ്യിൽ ഫോൺ എന്താ പറയുക, ഇതൊന്നും റെക്കോർഡൊന്നും വരരുത്, അതുകൊണ്ട് അർത്ഥം തെറ്റിദ്ധരിക്കരുതേ. എന്നാലും ഫോൺ മേശപ്പുറത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിളിച്ചു. മേഡം ഇങ്ങനെ രാത്രി വീട്ടിൽ പോയതിന്റെ ശേഷം എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. നമ്മളെ സെക്രട്ടറി എന്നോട് ഇത് പറഞ്ഞത് എന്ത്, കുറച്ചൊരു ശോകത്തിൽ നിൽക്കണം, അപ്പോഴത് വിശ്വസനീയമാവുള്ളൂ ആക്ട് ചെയ്യുമ്പോ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ടിനിസാർ ഇപ്പൊ എന്നോട് തീർച്ചയായിട്ട് പറഞ്ഞേ, മോദ ലോകത്തൊരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഈ സ്ത്രീയാണ്. അത് മാത്രം മുഹമ്മദ് മനസ്സിൽ വെച്ചാൽ മതി. എന്ത് ചോദിക്കുകയാണെങ്കിലും വിളിക്കുകയാണെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പഠിക്കണ്ട. അതായത് ഈ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള മുഹമ്മദും അവിടുത്തെ മാനേജറായിരുന്ന അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. ഈ ഒരു കാര്യം ഇവരറിഞ്ഞു. അതായത് ഇങ്ങനെ ഫോൺ സംഭാഷണം നടത്തിയെന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴത്തേനും കുക്കു പരമേശ്വരി ഇവരെ ഓഫീസിലേക്ക് വിളിക്കുന്നു. ഈ പെൺകുട്ടിക്ക് കൊടുത്തിരുന്ന ആ ടെർമിനേഷൻ റിവോക്ക് ചെയ്യുന്നു. റിവോക്ക് ചെയ്തതിന് ശേഷം എന്താണ്, അവർക്ക് വീട്ടിൽ പോയിരുന്ന് വർക്ക് ചെയ്താൽ മതി, അതായത് വർക്ക് ഫ്രം ഹോം കൊടുത്തു, അവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് നിയമിക്കുന്നു. ഇനി ഈ ഇൻസിഡന്റിന് തുടക്കം ഉണ്ടായിട്ടുള്ള ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. അതായത് നീന കുറുപ്പുമായിട്ടുള്ള. ജനറൽ സെക്രട്ടറിക്ക് 1.5 മാസം മുമ്പേ കിട്ടിയ ഒരു കത്തിന് മറുപടിയോ അത് അന്വേഷിക്കാനോ പറ്റാത്ത ഒരാള്, കമ്മിറ്റി മെമ്പേഴ്സ് പോലും അറിയാതെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സെക്രട്ടറി എന്നെ ടെർമിനേറ്റ് ചെയ്തപ്പോഴാണ് ഇത് എന്റെ വായിന്ന് പുറത്തു വരുന്നത് ആണല്ലോ. ഞാനത് മെമ്പേഴ്സിനോട് പോലും, അതായത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് പോലും പേഴ്സണലി ഞാൻ ഈ ലെറ്റർ അയച്ചു തരുന്നത് എന്നെ പുറത്താക്കിയതിന് ശേഷമാണ്. പുറത്ത് നിൽക്കുന്ന എനിക്ക് ഇനി എന്തൊക്കെ പറയാമെന്നുള്ളത് എന്തും പറയാലോ. ഇനിയിപ്പോ എടുക്കോ എടുക്കാതിരിക്കാതൊക്കെ അവരുടെ കാര്യം നമുക്ക് നോക്കാം പുറകെ. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറായി തന്നെ ഞാൻ നിൽക്കുന്നത്. മോളെ, നമ്മൾ എപ്പോഴും വിക്ടിമാണ് കളിക്കേണ്ടത്. നമ്മൾ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയി പീപ്പിൾ വിൽ നോട്ട് സപ്പോർട്ട് യു. നമ്മൾ അതേപോലെ എന്നെ അവര് വിക്ടിമൈസ് ചെയ്തു എന്നതില് നമ്മൾ എന്താണ്. പിന്നെ അതേപോലെ ലക്ഷ്മിപ്രിയന്റെ കാര്യത്തിൽ മായനെ കൊണ്ട് കത്ത് എഴുതിപ്പിച്ചു എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ്? മായനെ കൊണ്ട് കത്ത് എഴുതിപ്പിച്ചത് ഞാൻ കേട്ടതാണ്. അവിടെ ഇരുന്ന് ഒരു ഫോൺ ചെയ്ത് ഇത് ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യം മാത്രമല്ല, അവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നു, ഇത്ര എമൗണ്ട് കുടുംബസംഗമത്തിന് മുടക്കിയെന്നും പറഞ്ഞ് ഇവരിരുന്ന് പറയുന്നതിന് ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അത് പറഞ്ഞു. മായ ഈ പെൺകുട്ടി ഇതിനകത്താണെങ്കിൽ ക്യാമറ ചെക്ക് ചെയ്തിട്ടെ എന്നുള്ള പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്കിനെ അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. അതായത് സത്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാമല്ലോ. അങ്ങനെ പല കാര്യങ്ങളും ഈ പെൺകുട്ടി വോയിസിൽ പറയുന്നുണ്ട്. അതിനൊന്നിനും വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെ ഇവർ പറയുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ കാണിച്ച് ശരിയായില്ല, നിങ്ങളിത് പുറത്ത് പറയരുതായിരുന്നു. ഒരു പെൺകുട്ടി പീഡനം, അതായത് വെർബൽ പീഡനമായാലും ശരി, ഇരുത്തി കരയിപ്പിക്കുന്നതായാലും ശരി, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് അതിനൊരു തീർപ്പുണ്ടാക്കാൻ കഴിയാതെ അതുപോയി പുറത്ത് അതിനെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അത് പുറത്ത് പോയി പറഞ്ഞതാണ് ഏറ്റവും വലിയ കുറ്റമായിട്ട് വന്നിരിക്കുന്നത്. ഇല്ല, തോക്ക് തരാം വെടിവെക്കരുത് എന്ന് പറയുന്ന പോലെ. എന്തായാലും കൊള്ളാം, ബാക്കി കണ്ടു നോക്കാം. മായനോട് പറഞ്ഞോ, നോക്കി നീ മെയിൽ അയച്ചു എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ അല്ലേ മോളെ?
അതെ, ഇത് മെയിൽ ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇവിടെ വ്യത്യാസം ഉണ്ടോന്നും ഇവര് ഓഫ് ഡേ അവിടെ വന്നിരുന്നവരെ സ്വീകരിച്ചതും ഞാൻ ചായ ഇട്ടതും ഇവരോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഉൾപ്പെടെ ധൈര്യമുണ്ടെങ്കിൽ ക്യാമറയിലെ ഓഡിയോ പുറത്തുവിടട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യാ. അതുല്യ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്നത് അതുല്യനെ മോശമാക്കാനോ കുക്കുവിനെ സപ്പോർട്ട് ചെയ്യാനോ കുക്കുവിനെ മോശമാക്കിയിട്ട് അതുല്യനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ ഐ എം തിങ്കിങ് ഒരു ബയാസ്ഡ് അല്ലാതെ, ചില പക്ഷപാതം ഇല്ലാതെ ഞാൻ പറയാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇപ്പൊ എന്നോട് ഒരു മെമ്പർ, ഓക്കെ, അതാരാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്താണ് അതുല്യക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്, എന്നെ വിളിച്ച് ചോദിച്ചത്, ഇവരിതൊക്കെ പിണങ്ങിയപ്പോ മാത്രം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ പിണങ്ങാതെ കുക്കു അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിത് ഒരിക്കലും പറയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചത് ഒരു വളരെ ന്യായമായ ചോദ്യമാണ്. നമ്മൾ പിണങ്ങുമ്പോഴല്ല നമ്മൾ സത്യങ്ങൾ പറയേണ്ടത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ ആയിരുന്നു പറയേണ്ടിരുന്നത്. അങ്ങനെ ആ അയച്ച കത്ത് ജനറൽ സെക്രട്ടറി റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയേണ്ട സമയത്ത് ഒഫീഷ്യലി തന്നെ ഇവരെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണി ശിവപാലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായ അനുഭവമാണെന്ന് ഞാൻ നീന മാഡത്തോട് പറഞ്ഞിട്ടില്ലേ? അതെ, പക്ഷെ അത് ചീത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത്രയും അയാൾ എന്നെ കരയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പോഴൊക്കെ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ പുറത്തു പോയി പറയാൻ? ഞാൻ എന്താ പറഞ്ഞത്? മെയിൽ അയക്കൂ, എല്ലാവരും അറിയിക്കൂ. അകത്തുനിന്ന് എനിക്ക് എന്ത് ഇതാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും യു സെൻഡ് എ ലെറ്റർ ടു ദ ജനറൽ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ്. ഡിഡ് യു ഇന്ന് നമുക്ക് എല്ലാവർക്കും കോപ്പി അയച്ച പോലെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പി അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന് അന്ന് ഒരു തീരുമാനം എടുക്കുമായിരുന്നു അതുല്യ. മോൾ അത് ചെയ്തില്ല. അന്നായിരുന്നു ഇത് ചെയ്യേണ്ടത്. ഇന്ന് അയച്ച അവിടുന്ന് വിട്ടതിന് ശേഷം ചെയ്തതിന് പകരം അന്ന് എല്ലാവർക്കും ഇത് അയച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാനേജിംഗ് മറ്റേ EC ഗ്രൂപ്പ് പ്രസിഡന്റ് എനിക്ക് വാക്ക് തന്നതാണ് EC-യിൽ സംസാരിക്കാം. അതിനെ കണ്ടിച്ചുകൊണ്ട് ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് അയക്കണം? പ്രസിഡന്റ് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ EC-യിൽ സംസാരിക്കാൻ അതിനുശേഷം EC ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ ഉണ്ടാവാത്തത്? ഞാൻ പോകാത്തത് എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. EC വെക്കാത്തത് ഞാൻ അവരെന്നടുത്ത് പോകുന്നില്ലേ എത്ര തവണ ചോദിച്ചു? ക്യാമറ ചെക്ക് ചെയ്യട്ടെ ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത്. അത് പ്രസിഡന്റ് അറിയിച്ചോ? അതെ, അറിയിച്ചു. എന്നോട് പോകാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഈസി ആവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന മറുപടി. അങ്ങനെ EC-യിലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു പ്രശ്നം നമ്മുടെ ഇടയിൽ ആക്കേണ്ടിയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ടിനി ടോമയും സിജോയ് വർഗീസ് എങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേനെ അവിടെ, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം അവർ കുക്കുവിനെ എതിരായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേനെ. ആ ഇട്ടിരുന്നെങ്കിൽ ആ നിമിഷം അതിനെ പറ്റിട്ട് ഒരു മീറ്റിംഗ്, അതിന് എത്രയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വന്നേനെ. പക്ഷെ അത് ഇടാതെ മോള് ഈ ഇമെയിൽ മാത്രം ഇട്ടപ്പോൾ ഇമെയിൽ വായിക്കുന്നവർക്ക് മാത്രമല്ലേ അത് കിട്ടിയിട്ടുള്ളൂ. വേറെ ആരെങ്കിലും അറിഞ്ഞു അത്? നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? യു ഷുഡ് ബി ദേർ എന്നല്ലേ. ജോലിക്കെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അകത്ത് നിൽക്കുമ്പോ ഇവരോട് പോലും, ഇപ്പൊ നിങ്ങളൊക്കെ വരുന്നതും പോകുന്നതും ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ എന്ത് സംസാരിച്ചു എന്നുള്ളത് വരെ ഇവരെ ഇൻഫോം ചെയ്യണമെന്നാണ് എനിക്ക് ഇവർ തന്നിരിക്കുന്ന നിർദ്ദേശം. ആ നിൽക്കുന്ന സാധനം ഞാൻ അവിടെ നിൽക്കുന്നത് വരെ ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല. അത്യാവശ്യം അറിയേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ഈവൻ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ പലതും പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഞാൻ അവിടെ ഇല്ലല്ലോ. അവിടെ ഇല്ലാത്തപ്പം അപ്പോഴും ഇപ്പൊ നോക്കിയേ, നാളെ ഒരു കമ്പനിയിൽ മോള് ജോയിൻ ചെയ്യുമ്പോൾ, അതുല്യ ജോയിൻ ചെയ്യുമ്പോൾ ആ കമ്പനിയിലെ സീക്രട്സ് അവർ അതുല്യനെ അതുല്യോട് പറയാൻ മടിക്കും. കാരണം നാളെ ഈ കമ്പനി പുറത്തു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞത്, പുറത്തല്ലായിരുന്നു പറയേണ്ടത്, ഇതിന്റെ ഉള്ളിലായിരുന്നു അത് തീർക്കേണ്ടത്. അതുല്യ എന്താ പറയുന്നത് മനസ്സിലാക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പെണ്ണ് എന്നെ തെറി വിളിച്ചിട്ട് ഞാനിത് പുറത്തു പറയാഞ്ഞത്? കാരണം ഇതിന്റെ അകത്ത് തീർത്തില്ലെങ്കിലാണ് നമ്മൾ പുറത്തു പോകേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ ന്യായമുണ്ട്. ഞാൻ ശ്രമിച്ചു. ഞാൻ ഓരോരുത്തർക്കും, ഓരോ മെമ്പേഴ്സിനും ഞാൻ മെസ്സേജ് അയച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അയച്ചു കൊടുത്തു, അവർ മൈൻഡ് ചെയ്തില്ല. ഞാൻ മെമ്പേഴ്സിന് അയച്ചു കൊടുത്തു, മെമ്പേഴ്സ് മൈൻഡ് ചെയ്തില്ല. എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് പറയേണ്ടി വന്നതെന്ന് പറയാം. ഇതിപ്പം എന്ത് പറ്റി? ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ 95,000 ഇതിന് വേണ്ടിയിട്ടായി, ഇത്രയ്ക്കും രൂപയായി.
ഡിസിപ്ലിനറി കമ്മിറ്റി. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സീക്രട്സ് ആണ്. ഇത് എങ്ങനെ അതുല്യ അറിഞ്ഞാലും അത് പുറത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പോളിസിക്ക് ഞാൻ അവിടെ ചോദിക്കട്ടെ, ഞാൻ ഈ വിവരം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് അയച്ചു കൊടുത്ത ശേഷമാണ് ഇത് ലീക്ക് ആയിട്ടുള്ളത്. അത് എന്തായാലും എന്റെ ഫോണിൽ നിന്നല്ലെന്നുള്ളത് ഫോൺ പരിശോധിച്ചോട്ടെ. മോളെ ഇതായിക്കോട്ടെ, ഞാൻ പറഞ്ഞത് മോള് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴും മനസ്സിലാവണില്ല. മറ്റേ ആള് വിളിച്ചപ്പോൾ അത് അസോസിയേഷന്റെ കാര്യമാണ്, ഞാൻ ഇപ്പൊ അവിടുന്ന് വിട്ടിട്ടേ ഉള്ളൂ, എനിക്ക് അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് എന്തെങ്കിലും ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറയേണ്ടതല്ലായിരുന്നോ മോളെ? അതല്ലേ ചെയ്യേണ്ടത്? അതിന് ആർഗ്യൂ ചെയ്യാതെ അതാണ് ചെയ്യേണ്ടിരുന്നത്. അത് ചെയ്തിരുന്നെങ്കിൽ നാളെ ശ്വേതയ്ക്ക് അവിടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതുല്യനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് ഞാനൊക്കെ അതിന് സപ്പോർട്ട് നിന്നേനെ. കാരണം അതുല്യക്ക് അറിയാം, കാരണം എന്റെ കണക്ക്. പക്ഷെ ഇപ്പോ എന്നോട് അവർ മെമ്പേഴ്സ് ചോദിച്ചാല് നീന പുറത്ത് പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ ഒരാളെ ഞങ്ങൾ എങ്ങനെ തിരിച്ചെടുക്കും? നാളെ ഞങ്ങൾ എങ്ങനെ അവരോട് കാര്യങ്ങൾ അറിയിക്കും? ഇവിടുത്തെ എല്ലാ ഓരോ ആൾക്കാരുടെയും ഞങ്ങളുടെ മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെ നമ്പേഴ്സ് വരെ അവരുടെ കയ്യിലുള്ളതാണ്. ഇതൊക്കെ ഇവര് നാളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്ന് നമുക്ക് എന്താണ് അറിയാൻ ചോദിക്കുമ്പോ എന്റെ വായ പൂട്ടേണ്ടി വരും ഞാൻ. കാരണം അകത്തുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. മോള് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവളെ കുക്കുവിനെ കുറിച്ചിട്ടും ഇവിടെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഉള്ളിലായിരുന്നു ആദ്യം പറയേണ്ടത് അതുല്യ. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് അത് ആലോചിച്ചില്ല? ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുമില്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അതുല്യക്ക് എതിർത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുല്യക്കൊന്ന് എന്നെ വിളിച്ച് സംസാരിച്ചുകൂടായിരുന്നില്ലേ? ഞാൻ എന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അതുല്യനെ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെയെങ്കിൽ അതുല്യ നീ പോകരുത്. ഇത് ഞാൻ വെറുതെ തമാശക്ക് ആഗ്രഹിച്ച കാര്യമില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആഗ്രഹമാണത്. മുഹമ്മദും പോകരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പത്തെ സന്തോഷത്തിനും സ്നേഹത്തിനും പറയുന്ന കാര്യമല്ല. അതെന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയാം, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ഒന്നിനും വേണ്ടി ഇരുന്നതും അല്ല. എന്നാൽ അയാളെ വിളിച്ചപ്പോ ഉത്തരം പറയാൻ പാടില്ലായിരുന്നു അതുല്യ. എന്റെ സ്ഥാനത്തൊന്നും ചിന്തിച്ചേ. അപ്പൊ ഇതെല്ലാമാണ് അമ്മ താരസംഘടന AMMA താരസംഘടനയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. എത്രയെത്ര കേസുകൾ, അതിനൊന്നും ഒരു തീർപ്പാവുന്നുണ്ടോ? അതുമില്ല. നിങ്ങൾ അങ്ങ് പിഴിച്ചു വിടണം. വഴിപിഴച്ച കുറേ എണ്ണം ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ തൂത്ത് വാരിയെടുത്ത് ഏതെങ്കിലും കളയണം. എന്നിട്ട് നല്ല ആൾക്കാരും എല്ലാം ഉണ്ടെങ്കിൽ ചുരുക്കം ചിലരെ കാണത്തുള്ളൂ. ചിലപ്പോൾ ഒരു ചെറിയൊരു കാറിനകത്ത് കയറാൻ പറ്റുന്ന ആൾക്കാരെ കാണത്തുള്ളായിരിക്കും. അവരെ മാത്രം വെച്ചിട്ട് നിങ്ങൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പം മലയാള മഹാനടന്മാർക്ക് തന്നെ നല്ലൊരു പേര് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്.